കല്യാണം ആവുമ്പോ ഇങ്ങനെ നടത്തണം. വീട്ടുകാർ പോലും ഇല്ല, അല്ലാണ്ട് വെറുതെ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് ഇങ്ങനെ നക്കാൻ കൊടുത്തിട്ട് എന്താ കാര്യം? ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സഞ്ജുട്ടേന് സമ്മതിക്കുന്നു. അല്ലെങ്കിലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ. എന്തായാലും ഞാൻ ചെയ്തത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. സഞ്ജു അതെന്താ ഒറ്റ കൊടുത്തന്നെ പറഞ്ഞു നടക്കണേ? കാലത്തിനെ കട്ടായിടാ മോനെ. അതിനാരും ഒറ്റയ്ക്ക് കിടക്കണേ? പെണ്ണോ ഇതെപ്പോഴുണ്ടായ ചേട്ടൻ എന്താ വിളിക്കാൻ മോനെ? ഞാൻ ഇപ്പൊ എന്തിനാ ബൈജേട്ടനെ വിളിക്കണേ? അതല്ലേ നമ്മൾ തമ്മിൽ പത്രമുള്ളൂ അല്ലേ? പണ്ട് തന്നെ ഏറുമ്പന്തുകൊണ്ട് എത്ര ഏറിഞ്ഞെന്നറിയോ? അതൊക്കെ പോട്ടെ, ഇതിപ്പോ എവിടുന്നടാ? ഇത് കോട്ടയം വന്ന് ഇതാ പിന്നല്ലാണ്ട് സെറ്റ് ചെയ്തില്ലേ? ശരി ശരി ശരിട്ടാ. പണ്ടേ എനിക്ക് എറിഞ്ഞപ്പോ കുറച്ച് വിഷമമുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് കണക്കായിട്ട് തോന്നുന്നു. എന്തായാലും ഞാൻ ചെയ്ത കാര്യം വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നണം. നീ അറിഞ്ഞാ നമ്മുടെ സഞ്ജു പെണ്ണ് കിട്ടിയടാ കോട്ടയം എന്നാണ് പറഞ്ഞേട്ടെ. കഴിഞ്ഞ 2 ആഴ്ച എനിക്ക് അവിടെ പണി ഉണ്ടായിരുന്നു. എനിക്കൊരെണ്ണം നമ്മൾ സെറ്റായില്ലേ നീ ഒരു കാര്യം ചെയ്യും 10-15 പേരാണ് വിളിച്ച് പറഞ്ഞു. ഏത് കോട്ടയം കോട്ടയം അവരെ പിന്തിരിഞ്ഞിട്ട് ഫോട്ടോ മതിയാ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനിവിടെ മതിലിൻ്റെ വിഷമിച്ചിങ്ങനെ ഫോട്ടോ ഉണ്ട്, അടുത്ത കൂടി ഇട്ടാ മതിയാ? ഇന്ന് പേരെ വെച്ചിട്ട് ജോനോ വേമാടിയേ, ഈ മരത്തിന്റെ അവിടെ ഒരു പാമ്പടി മൂർഖനാന്ന് തോന്നേ. 8 അടി ഉറപ്പാ. വേമാ വില ഒരില്ല ഒലക്ക് എന്തുള്ളിൽ എടുത്തിട്ട് ഓടിവാ. എവിടെയാടി ജോനു? ഒന്ന് വേമാടി, പാമ്പ് പാമ്പിന്റെ വഴിക്ക് പോട്ടാ. പട്ടാക്കൊന്നും ചാവില്ല. പേരുണ്ടെന്ന് എനിക്കറിയാലോ, എത്രയും പേരുണ്ടെന്ന് എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പൊ ഓടിപ്പോയിണ്ടാവും. അതിന്റെ ഉള്ളിൽ 8 അടിയുള്ള സാധനം ഇരിക്കണേ. നീ 2 അടിയുള്ളോ? നിനക്കത് പറയാം. ഞാൻ ഇതിനെ തല്ലി പോലെ ഒരാളെ കിട്ടുന്നോട്ടെ. അങ്ങോട്ട് പോണ്ടാ. അതിന്റെ ഉള്ളിൽ ഹെഡ്സെറ്റ് വെച്ച പാമ്പായിരിക്കണേ. നീ ഇവിടെ നിന്നാ മതി, അത് എങ്ങനെയും പോണ്ടോ നോക്കിയാ മതി. മനസ്സിലായ? നിനക്ക് പാമ്പിനെ കൊല്ലം ധൈര്യം. പിന്നല്ല, എത്ര നീളം ഉണ്ടാവും? ആ പാമ്പന്റെ വീട്ടിലേക്ക് ബ്ലൗസ് കഴിക്കാൻ വന്നല്ല ടൈപ്പ് എടുത്ത് നടക്കാനായിട്ട്. നിന്റെ 2 ഇരട്ടിണ്ടാവും. 5 അടിയുള്ള അപ്പനെ അടിച്ചുവിട്ടായിട്ട് പാമ്പായിട്ട് വരുമ്പോ ഡീനാണ് ഞാൻ. കുളിപ്പിച്ച് കിടത്തണ പാമ്പല്ലത്, ഇത് നമ്മളെ കുളിപ്പിച്ച് കിടത്തണ പാമ്പാ. എവിടെ ഒന്നും പേടിക്കണ്ട, എന്തു വന്നാലും ഡൈവറിനെ കളിച്ചിട്ട് പാമ്പ എന്നെ അടിക്കണോ പോരെ? അത് മതി. പേടിക്കാനൊരു കൂട്ടേ. ബാത്റൂമിൽ പല്ലിനുണ്ടായിരുന്ന കിടക്കയില് മൂത്രയിക്കണ ആളാ. മനസ്സിലായില്ലേ? പാമ്പ് റീചാർജ് ചെയ്യാൻ വന്നതാ. ഇതിനോട് വലിയ വിഷമൊന്നും ഇവിടെ ഉണ്ടാവില്ലേ? എന്റെ ചേട്ടാ അതിന് കൊല്ലൊന്നും വേണ്ട, അതെന്റെ പാട്ടിൽ നടന്നോട്ടെ. നമ്മൾ കാണുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ അത് ഇവിടെ എവിടെയൊക്കെ ജീവിക്കുള്ളൂ. നിനക്ക് അതൊക്കെ പറയാൻ മോളെ, അത് വേഷം കൊണ്ട് നടക്കണ പാമ്പാ. പാമ്പ് വേഷമല്ലാതെ പിന്നെ വെളിച്ചെണ്ണ കൊണ്ട് നടക്കുമോ? അതിന് ജീവിക്കണ്ടേ? നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, മഴ പിന്നെ തോന്നണം.